Hi friends, I am Rosmita MV. Today I would like to present a topic, clubbing of income. What is clubbing of income? Every assessee is liable to pay tax on the total income earned by him during the previous year. However, in certain cases, an assessee will become liable to pay tax on the income earned by some other person also. നമുക്കറിയാം ഏതൊരു അസസിയും താൻ ഏൺ ചെയ്ത ഇൻകത്തിന് ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. ചില സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ ഇൻകത്തോടൊപ്പം അവരുടെ കുടുംബാംഗങ്ങളുടെയും ഇൻകം ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദ മെയിൻ റീസൺ ഈസ് ടു അവോയ്ഡ് ടാക്സ് ഇവേഷൻ. ടാക്സ് വെട്ടിപ്പ് നടത്താതിരിക്കുക എന്നുള്ളതാണ്. ഇതിന് കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട്. ഫസ്റ്റ് സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. ട്രാൻസ്ഫർ ഓഫ് ഇൻകം ബൈ ആൻ അസസി without transferring the ownership of the property from which income arises, section 60. അസസി അദ്ദേഹത്തിന്റെ അസറ്റ് ഓണർഷിപ്പ് കൈമാറ്റം ചെയ്യാതെ തന്നെ ആ അസറ്റിൽ നിന്ന് ഇൻകം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻകം ക്ലബ് ചെയ്യണം. സെക്കൻഡ് വൺ, ഇൻകം ഫ്രം അസറ്റ് ട്രാൻസ്ഫർ വിത്ത് കണ്ടീഷൻ ഓഫ് റിവോക്കേഷൻ. റിവോക്കേഷൻ ടൈമിൽ അസസിക്ക് അസറ്റ് ലഭിക്കുകയാണെങ്കിൽ, അതിൽ നിന്ന് ഇൻകം ലഭിക്കുകയാണെങ്കിൽ നമ്മൾ ഇൻകം ക്ലബ് ചെയ്യും. ടു സിറ്റുവേഷൻസ്, ട്രാൻസ്ഫർ ഓഫ് അസറ്റ് കണ്ടെയ്നിങ് എ ക്ലോസ് ഫോർ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് റീട്രാൻസ്ഫർ ഓഫ് ദ ഇൻകം ഓർ ക്യാൻ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി റീഅസ്യൂമിങ് ദ റൈറ്റ് ഓവർ ദ അസറ്റ്. Third one, income of a spouse, section 64. While computing income of an individual, certain income of the spouse will be clubbed. The following are the income clubbed with the income of spouse. First one, income to a spouse from a firm in which other spouse has substantial interest. For example, ഇപ്പോൾ ഹസ്ബൻഡിന്റെ ഫേമിൽ ഭാര്യ ഷെയർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഡിവിഡൻഡ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡിന്റെ ഇൻകത്തോടൊപ്പം അത് ക്ലബ് ചെയ്യുന്നു. സെക്കൻഡ് വൺ, ഇൻകം ഫ്രം അസറ്റ് ട്രാൻസ്ഫർ. സ്പൗസിന് എന്തെങ്കിലും അസറ്റിൽ നിന്ന് ഇൻകം ലഭിച്ചിട്ടുണ്ടെങ്കിലും ഹസ്ബൻഡിന്റെ ഇൻകത്തോടൊപ്പം ക്ലബ് ചെയ്യും. Fourth one, income of daughter-in-law. Income of daughter-in-law earned from an asset transferred to her on after 1/6/1973 is clubbed with the income of father-in-law if the transfer was without adequate consideration. Fifth one, income from asset transferred to a person or association of persons for the benefit of spouse. Income arising from an asset transferred to a person or association of person for the direct or indirect benefit of the spouse will be clubbed with the income of the transferor. Sixth one, income from asset transferred to person or association of persons for the benefit of son's wife. Income arising from an asset transferred after 31st May 1973 to a person or AOP for the benefit of son's wife shall be clubbed with the income of transferor. Seventh one, income from business, 64 subsection 1. ഇൻഡിവിജ്വൽ ബിസിനസ് ആവശ്യത്തിനു വേണ്ടി തൻ്റെ അസറ്റ് സ്പൗസിനോ മകൻ്റെ ഭാര്യയ്ക്കോ ട്രാൻസ്ഫർ ചെയ്യുകയും അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ഇൻകം അസസിയുടെ ഇൻകത്തിൻ്റെ ഒപ്പം ക്ലബ് ചെയ്യുകയും ചെയ്യുന്നു. അതാണ് ഇൻകം ഫ്രം ബിസിനസ്. നെക്സ്റ്റ് വരുന്നൊരു കേസാണ് ഇൻകം ഓഫ് എ മൈനർ ചൈൽഡ്, സെക്ഷൻ 64 സബ്സെക്ഷൻ 1A. Income of a minor child is included in the income of the parent having greater income. പാരൻസിൽ ആർക്കാണ് ഗ്രേറ്റർ ഇൻകം ഉള്ളത് ആ ഇൻകത്തിൻ്റെ ഒപ്പം മൈനർ ചൈൽഡിൻ്റെ ഇൻകം കൂടി ക്ലബ് ചെയ്യും. However, the marriage of the parents does not persist. Income will be clubbed with the income of parents who look after the child. ഇപ്പോൾ പാരൻസ് പെർസിസ്റ്റ് ചെയ്തിരുന്നില്ലെങ്കിലും ആ കുട്ടി ആരുടെ ഒപ്പമാണ് നിൽക്കുന്നത് അവരുടെ ഒപ്പമായിരിക്കും ആ ഇൻകം ക്ലബ് ചെയ്യുക. ഇനി ക്ലബ് ചെയ്യാത്ത അവസ്ഥകളുണ്ട്. ഒന്നാമത് പറയുന്നത് where the minor earns income by employing the personal skills, talent or experience. മൈനർ തൻ്റെ സ്കില്ല് കൊണ്ട് നേടിയ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കൊണ്ട് നേടിയ ഇൻകം ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ലബ് ചെയ്യില്ല. അതുപോലെ തന്നെ മാനുവൽ വർക്ക് കൊണ്ട് നേടിയ ഇൻകം ക്ലബ് ചെയ്യില്ല. ഇനിയിപ്പോൾ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണെങ്കിൽ മെൻ്റലി ഹാൻഡിക്യാപ്ഡ് ആണെങ്കിലും ക്ലബ് ചെയ്യില്ല.
ഇനി മൈനറുടെ ഇൻകം ക്ലബ് ചെയ്യുമ്പോൾ പാരൻസിന് എക്സംഷൻ കിട്ടുന്നുണ്ട്. ₹1,500 ഓർ ദ ആക്ച്വൽ ഇൻകം വിച്ച് എവർ ഈസ് ലെസ് അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 32. 1500 രൂപ അവർക്ക് കുറച്ച് കൊടുത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ പഠിച്ച സിറ്റുവേഷൻ വെച്ച് ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പോവാണ്. ജോൺ ആണ് മെയിൻ ആള്. അപ്പോൾ ജോണിൻ്റെ ഇൻകത്തോടൊപ്പമാണ് ബാക്കിയുള്ളവരുടെ ഇൻകം ക്ലബ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഇൻകം ഫ്രം ബിസിനസ് 2 lakh, ദെൻ ലോട്ടറി വിന്നിങ് 1 lakh, ഇത് രണ്ടും എടുക്കും. ദെൻ വൈഫിൻ്റെ ഇൻകം ഫ്രം സാലറി 1 lakh, ഇൻകം ഫ്രം ട്യൂഷൻ 50,000, ഇത് രണ്ടും എടുക്കില്ല, കാരണം നമ്മൾ നേരത്തെ പഠിച്ച സിറ്റുവേഷനായിട്ട് മാച്ച് ആയിട്ടുള്ളതൊന്നുമില്ല. ദെൻ ജെയിൻ മൈനർ സൺ ഓഫ് ജോൺ, ഇതിൽ നിന്ന് നമുക്ക് എന്തെടുക്കാം? ഇൻട്രസ്റ്റ് ഓഫ് ബാങ്ക് ഡെപ്പോസിറ്റ് 10,000. ദെൻ റെമ്യൂണറേഷൻ ഫോർ ആക്ടിവിറ്റി ഇൻ ഫിലിം, അതെടുക്കാൻ പറ്റുമോ? ഇല്ല, കാരണം സ്കില്ല് കൊണ്ടോ ടാലൻറ്റ് കൊണ്ടോ ഉള്ള മൈനേഴ്സിൻ്റെ ഇൻകം എടുക്കാൻ പറ്റില്ല. നെക്സ്റ്റ് വരുന്നതാണ് ജുബൽ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് മൈനർ സൺ. അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചിരുന്നു മൈനർ സൺ ഹാൻഡിക്യാപ്ഡ് ആണെങ്കിൽ നമുക്ക് അതെടുക്കാൻ പറ്റില്ല. ദെൻ ഇൻകം ഫ്രം കോൾ സെൻറ്റർ, അതും നമുക്ക് എടുക്കാൻ പറ്റില്ല. അടുത്തതായിട്ട് വരുന്നതാണ് ജോളി, ഇൻകം ഫ്രം ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി 40,000, അത് നമുക്ക് എടുക്കാൻ പറ്റില്ലേ? എടുക്കാൻ പറ്റും, മൈനർ ഡോട്ടറാണ്, നമുക്ക് ആ ഇൻകം എടുക്കാം. ദെൻ ഇൻകം ഫ്രം ഡാൻസ് പെർഫോമൻസ്, അതെടുക്കാൻ പറ്റില്ല, കാരണം അത് ടാലൻറ്റ് കൊണ്ടുള്ളതാണ്, അതെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പറഞ്ഞ പ്രകാരം ആരുടെയൊക്കെ ഇൻകം ജോണിൻ്റെ ഒപ്പം ആഡ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കിനി നോക്കാം. വി മൂവ് ഓൺ ടു കമ്പ്യൂട്ടേഷൻ. കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഓഫ് മിസ്റ്റർ ജോൺ. ഇൻകം ഫ്രം ബിസിനസ് 2 lakh എടുത്തു. ദെൻ ലോട്ടറി വിന്നിങ്സ് 1 lakh, ദെൻ ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ് 10,000, ദെൻ ഇൻട്രസ്റ്റ് ഇൻ സെക്യൂരിറ്റീസ് 40,000, മൊത്തം ടോട്ടൽ 3,50,000. പിന്നെ നമ്മൾ നേരത്തെ പഠിച്ചു ഒരു എക്സംഷൻ കിട്ടുമെന്ന് മൈനർ ചൈൽഡിന്, ആ ഒരു എക്സംഷനാണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത്. മൈനർ ചൈൽഡിൻ്റെ ഇൻകം പാരൻസിൻ്റെ ഒപ്പം ക്ലബ് ചെയ്യുമ്പോൾ നമുക്കൊരു എക്സംഷൻ കിട്ടും, 1,500 rupees. ഇവിടെ 2 കുട്ടികളുണ്ട്, അപ്പോൾ 1,500 into 2, that is 3,000. Then 3,50,000 minus 3,000 equals 3,47,000. മറ്റുള്ളവരുടെയും നമുക്ക് ഇങ്ങനെ ഇൻകം കമ്പ്യൂട്ടേഷൻ ചെയ്യാം. നമ്മളിന്ന് പഠിച്ചത് ക്ലബിംഗ് ഓഫ് ഇൻകം ആണ്. ദെൻ സർട്ടൻ കേസസ് പഠിച്ചു, അതിൽ നിന്നൊരു പ്രോബ്ലവും ചെയ്തു. താങ്ക് യു.